പ്രിയപ്പെട്ടവരെ, മന്ന ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിൻ്റെ സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥന എങ്ങനെയാണ്, എന്താണ് പ്രാർത്ഥനയെന്ന് വളരെ മനോഹരമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. വചനം ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിക്കകത്ത് കയറി വാതിലടച്ച് നിങ്ങളെ കാണുന്ന, ഹൃദയം കാണുന്ന തമ്പുരാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് വലിയൊരു പ്രാർത്ഥനയുടെ രീതിയാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കേണ്ടത് അവൻ തൻ്റെ മുറി അടച്ചിരിക്കുക, അവനിലേക്ക് തന്നെ ഒന്ന് പിന്തിരിയുക, ഹൃദയത്തിൻ്റെ ഉള്ളറയ്ക്കകത്ത് ജീവിക്കുന്ന ഒരു ദൈവത്തെ ധ്യാനിച്ചു മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്ന ഏകാഗ്രമായ നടപടിക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന. യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും പഠിച്ചു വച്ചിരിക്കുന്നൊരു പ്രാർത്ഥനയുടെ രീതിയുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും കണ്ണുനീരൊഴുക്കി, ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും കുറേ പ്രാർത്ഥനകൾ ഉച്ചരിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്നാണ് നമ്മളെപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളുക, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് വസിക്കുന്നൊരു ദൈവത്തെക്കുറിച്ച് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്: നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അപ്പോൾ പരിശുദ്ധനായവൻ പള്ളി കൊള്ളുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ ഈ ശരീരത്തിനുള്ളിൽ തന്നെ ദൈവമുണ്ട്. അപ്പം ആ ദൈവത്തെ കണ്ടറിയുവാൻ വേണ്ടി നീ നിന്റെ ബാഹ്യബന്ധങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു ധ്യാനാത്മക ജീവിതത്തിലേക്ക് വന്ന് ധ്യാനത്തിലൂടെ നീ നിന്റെ ഉള്ളിലെ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കുക. ആ ദൈവവുമായിട്ടൊരു മുഖാമുഖ സംഭാഷണത്തിൽ ഏർപ്പെടുക. ദൈവത്തിന് നിന്നോട് സംസാരിക്കുവാൻ ചില നിമിഷങ്ങളെ ഒന്ന് ബാക്കി വെച്ചു കൊടുക്കുക. ഇതിനോളം സുന്ദരമായൊരു പ്രാർത്ഥന, ഇതിനോളം ദൈവത്തെ അനുഭവിക്കുന്നൊരു ജീവിതക്രമം മറ്റെങ്ങും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ല. എപ്പോഴും ഓർമ്മിച്ചുകൊള്ളുക, കണ്ണുനീര് മാത്രമല്ല പ്രാർത്ഥന. ദൈവം നമ്മളെ